അപ്പോൾ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു പരിപ്പ് വടേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. കടലപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് വെച്ചതാണ്, തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. പച്ചമുളക്, ഇഞ്ചി, സവാള, കറിവേപ്പില ഇതെല്ലാം കൂടി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കടലപ്പരിപ്പ് എടുത്തിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കാണ്ട് അരക്കണം. ഉപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇടാം. ഇന്ന് ഞാൻ അരച്ചെടുത്തിട്ട് വരും. ഒരിക്കൽ ഞാൻ അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഇതാ ഇങ്ങനെയാണല്ലോ. നല്ലോണം അരിയാനും പാടില്ല, തീരെ ഇതാകാനും പാടില്ല. അങ്ങനത്തെ ഇതാ നമുക്കിങ്ങനെ ഉരുട്ടുമ്പോൾ ഇങ്ങനെ കിട്ടണം. ഇതിൽ കുറച്ച് കടലപ്പൊടിയും ചേർക്കും, എന്നിട്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം അരച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ പരിപ്പെല്ലാം എടുത്തിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുറിച്ചിട്ട പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. കുറച്ച് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കടലപ്പൊടി ഇടുന്നുള്ളൂ, അതിനൊന്നും ഇടുന്നില്ല. എന്നാൽ നമ്മളത് ഉരുട്ടുമ്പം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് വെറും പരിപ്പിൽ നമുക്ക് ആക്കുകയും ചെയ്യാം, പ്രശ്നമില്ല. കരണ്ട് പോയി ഗൈസ്. ഇതാ കുറച്ച് ഞാൻ ഇടുന്നുണ്ട്. കടലപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് കുഴക്കുന്നുണ്ട്. പൊടി വേണ്ടിക്കൽ കുറച്ചും കൂടി ഇടാം. നമുക്ക് ഉരുട്ടിയിട്ട് ക്ലിയർ ആകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം. കുറച്ച് മുളക് പൊടി ഇടണം, ഇനി ഒന്ന് കളറിന് വരാൻ. അതും കൂടി ഒന്ന് ഇടട്ടെ ഗൈസ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അധികമൊന്നും ഇടുന്നില്ല, കുറച്ചിട്ടിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിന് ഉപ്പുണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ ഉപ്പ് ലേശം ചേർക്കേണ്ടി വരും. ഞാൻ ഉപ്പ് ഇട്ടിന് കടലപ്പരിപ്പ് അരക്കുന്ന സമയത്ത്, അതുകൊണ്ട് ഇനി വേണ്ടി വരില്ല എന്നാണ് തോന്നുന്നു. ആവശ്യത്തിനുണ്ട് എന്നാണ് തോന്നുന്നു. നോക്കാം. ഉണ്ട് ഗൈസ്, ഉപ്പ് പാകത്തിനുണ്ട്. അപ്പോൾ ഇനി വേറെ നമ്മൾ ചേർക്കണ്ട. അപ്പോൾ നമ്മളിതിങ്ങനെ ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുത്ത് കൈവെള്ളയിൽ വെളിച്ചെണ്ണയാക്കുന്നെങ്കിൽ വെളിച്ചെണ്ണയാക്കുക. കുറച്ച് ഇത്ര വണ്ണം വേണ്ടെങ്കിൽ ഇത്ര വണ്ണം വേണ്ട. എന്നിട്ട് പരിപ്പ് വടേൻ്റെ ഷേപ്പിൽ നമ്മൾ ആക്കിക്കൊള്ളുക. കണ്ടല്ലോ, ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടണം. അപ്പം ഞാൻ ഇങ്ങനത്തെ ഓരോന്ന് പരത്തിയിട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. തൽക്കാലം ഞാൻ ഇവിടെ തട്ടിൻ്റെ മുകളിലാണ് വെക്കുന്നത്. പ്ലേറ്റ് എടുത്ത് വെക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം കയ്യിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കി. എന്നിട്ട് ഞാനിതാ അധികം വലിയ പരിപ്പ് വടയാക്കുന്നില്ല, ഒരു ചെറിയ ടൈപ്പുള്ളതാണ് ഞാൻ ആക്കുന്നത്. കണ്ടല്ലോ, നല്ല അടിപൊളി പരിപ്പ് വടയായിട്ട് കിട്ടും നമുക്ക്. അധികം വലിപ്പത്തിലാക്കുന്നില്ലേ. കറണ്ട് പോയതുകൊണ്ട് കാണുന്നുണ്ടോ എന്നറിയില്ല.
എന്നാലും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കറണ്ട് പോയി ഗൈസ് മഴ വരുമ്പോഴത്തേക്ക് പിന്നെ എന്നാ ചെയ്യുക? അപ്പോൾ ഇരുട്ടത്ത് തന്നെ. പിന്നെ കറണ്ട് പോയാൽ കത്തുന്ന ഒരു ബൾബുണ്ട്, ആ വെളിച്ചത്തിനാണ് ഞാനിപ്പോൾ ഇതാക്കുന്നത്. കണ്ട, കാണുന്നുണ്ടല്ലോ ഇല്ലേ? ആ ഉണ്ട്, കാണുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ പരത്തിയിട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയാണ് പരിപ്പ് വടക്കുള്ള ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ല, ഇത്രയാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ചുട്ടിട്ട് വറുത്ത് കോരി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടി കഴുകിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചീനിച്ചട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കണം. നല്ല അടിപൊളിയായിട്ട് കായട്ടെ, എന്നിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാൻ. ചീനിച്ചട്ടിക്ക് വെള്ളമുള്ളൊക്കെ പൊട്ടിക്കളിക്കുന്നുണ്ട്. വെള്ളമെല്ലാം പറ്റും. എപ്പോൾ വറുത്ത് വരുന്നതുകൊണ്ട് നല്ല എണ്ണ ഒഴിച്ച പോലെ ഉണ്ട് ചീനിച്ചട്ടി കാണുമ്പോൾ. ഇപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ആക്കുക. അപ്പോൾ ഇതതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടേ. വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഓരോരോ പരിപ്പ് വടയായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും വേഗം കഴിയുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതാന്ന് പറയുമ്പോഴത്തേക്ക് കഴിയും. വലിയ പണിയൊന്നും ഇല്ലാത്തതല്ല. നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. കഴിക്കുന്ന കൂട്ടർക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിക്കാം, ഒരു പ്രശ്നമില്ല. സൂപ്പർ പരിപ്പ് വടയാണ് ഇത്. തോരപ്പരിപ്പ് കൊണ്ട് ഞാൻ ആക്കലുണ്ട്. ഇപ്പോൾ കടലപ്പരിപ്പിനെ കൊണ്ടാണ് ഇതാക്കുന്നത്. അതും നല്ല ടേസ്റ്റാണ്. കടലപ്പൊടി ഇടാണ്ട് ഞാൻ ആക്കിയിട്ട് ചുടലുണ്ട് കേട്ടോ. അതും നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായാലുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് പിന്നെ കടലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഇതായില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇടുന്നതാണ്. അപ്പോൾ എണ്ണ കാഞ്ഞിട്ടിട്ട് ഞാനിത് ഇതിലേക്ക് ഇടുന്നുണ്ട്. നല്ലോണം തുള്ളി തിളക്കുന്നുണ്ട്. ഒന്ന് തിരിച്ചിട്ട് വെക്കുക. ഇനി അടുത്ത ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ചെറുതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതല്ലേ നല്ലത്. എന്നാൽ ഈ രണ്ടെണ്ണം വെച്ചാവുമല്ലോ വേഗം. ഓരോന്നാകുമ്പോൾ കുറേ നേരം നിൽക്കണ്ടേ. അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട്.
നല്ല നാളെ പിറന്നാളേ കുഞ്ഞിരിപ്പും തലപ്പാവ്. ഇത് വേറെ അപ്പക്കാരം പോലത്തെ അങ്ങനത്തൊന്നും ചേർത്തിട്ടൊന്നുമില്ലേ, വെറും ഇത് മാത്രമേ ഉള്ളൂ. സാധാരണയുള്ള എല്ലാം ഇതും മാത്രം, വേറെ ഒരു സാധനം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നില്ല. അതാണ് ഇതിൻ്റെ വേറെ ഇത്. അപ്പോൾ ആർക്കൊന്നും അസുഖം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവും. കഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല ഗൈസ്. നല്ല മണമെല്ലാം പൊന്താൻ തുടങ്ങിയിട്ടുണ്ട് പരിപ്പ് വടേൻ്റെ. മഴയത്ത് കഴിക്കാൻ നല്ല ഒരു ചായയും വെച്ച് പരിപ്പ് വടയും കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ. അപ്പം ഞാനിനി ഇതെല്ലാം ചുട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്, അതാണ് നല്ലത്. ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ നീണ്ടു പോവും. അപ്പോൾ ഗൈസ് ഏകദേശം പരിപ്പ് വടയെല്ലാം ചുട്ട് തീരാറായിട്ടുണ്ട്. ഇതും കൂടിയേ ഉള്ളൂ, എന്നാൽ എല്ലായി. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഇവിടെ നേരത്തെ മഴ തോർന്ന് അടുത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പരിപ്പ് വടയും ചായയും മഴ പെയ്യുമ്പം കുടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഗൈസ്? അടിപൊളിയായിരിക്കില്ലേ? അപ്പോൾ വേണ്ടവർ പരിപ്പ് വടക്കായി വന്നോളൂ. ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാം. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ പരിപ്പ് വട ഇന്നേക്കുള്ള ചുട്ടിട്ട് കഴിഞ്ഞു. കുറച്ചേ ചുട്ടിട്ടുള്ളൂ, ഒരുപാടൊന്നും ചുട്ടിട്ടില്ല ഞാൻ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഉണ്ടല്ലോ പരിപ്പ് വടയുടെ ഇവിടെ ഞാനിതാ തീ ഓഫാക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഇട്ടിക്കഴിഞ്ഞു. നമ്മളെ പരിപ്പ് വട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പരിപ്പ് വട ചുട്ടത് ഇതാണ് ഗൈസ്. എൻ്റെ പരിപ്പ് വട കണ്ട, കാണുന്നുണ്ടോ? എനിക്ക് ഇരുത് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് എൻ്റെ പരിപ്പ് വട. എല്ലാം ഞാൻ ചുട്ട് വെച്ച് അടിപൊളി പരിപ്പ് വടയാണ്. കണ്ടല്ലോ, സൂപ്പർ പരിപ്പ് വട. അപ്പോൾ ഇത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് ഇതിൻ്റെ രുചിയെന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.